ഒരു കാലത്ത് പമ്പാ നദിയിലെയും വേമ്പനാട്ട് കായലുകളിലെയും വെള്ളത്തിന്റെ ഒഴുക്കും ഋതുക്കളുടെ താളങ്ങളും അനുഭവിച്ചിരുന്ന ഒരു ഗ്രാമമായിരുന്നു കാവാലം. വള്ളങ്ങൾക്ക് മാത്രമേ ഇവിടെ എത്താൻ കഴിയൂ. പ്രകൃതിയുടെ കാരുണ്യത്തിൽ എപ്പോഴും ആശ്രയിച്ചിരുന്ന ഒരു അസ്ഥിരമായ കർഷക സമ്പദ് വ്യവസ്ഥയാണ് ആളുകളെ ഒന്നിപ്പിച്ചത്. ജീവിതം കൃഷിയെ ചുറ്റിപ്പറ്റിയായിരുന്നു. വേമ്പനാടിന്റെ ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ നിന്ന് അവകാശപ്പെട്ട കൃഷിയിടങ്ങളിൽ പുരുഷന്മാരും സ്ത്രീകളും ജോലി ചെയ്തിരുന്നു. ചെളിക്കുണ്ടുകൾ നിറഞ്ഞ അതിന്റെ വെള്ളത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടു. ഈ ഭാഗങ്ങളിൽ പ്രകൃതി മനുഷ്യനും മൃഗത്തിനുമെതിരെ നിരന്തരം ഗൂഢാലോചന നടത്തി. അതിജീവിക്കാൻ ആളുകൾ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. ജാതിയുടെയും വർഗത്തിന്റെയും ആഴത്തിലുള്ള വേർതിരിവുകൾക്കിടയിലും കൂട്ടായ പ്രവർത്തനത്തിന്റെ ആത്മാവ് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അതിന്റെ സംഗീതം ഉൾപ്പെടെ ഇഷ്ടാനുസരണമല്ല, ആവശ്യകതയിലൂടെയാണ് കടന്നുപോയത്. വെള്ളത്തിന്റെയും ആകാശത്തിന്റെയും വിശാലമായ ഒരു ക്യാൻവാസിൽ ആളുകൾ നൃത്തവും സംഗീതവും ഉപയോഗിച്ച് ദൈവങ്ങളെയും പൂർവീക ആത്മാക്കളെയും വിളിച്ചു. 1928 നാരായണ പണിക്കർ ജനിച്ചത് ഇവിടെയാണ്. ഈ സ്ഥലം അദ്ദേഹത്തെ രൂപപ്പെടുത്തുകയും ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തോടൊപ്പം നിൽക്കുകയും ചെയ്തു. അതിന്റെ താളങ്ങൾ അദ്ദേഹത്തിന്റെ കവിതയിലും ഗാനങ്ങളിലും നാടകത്തിലും ആവിഷ്കരിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യൻ സ്ഥലമായി മാറി, സ്ഥലം മനുഷ്യനായി മാറി. ജീവിതത്തിൽ എല്ലാ മേഖലകളിലും കൂട്ടായ പ്രവർത്തനം വ്യാപിച്ച ഒരു ഭൂപ്രകൃതിയിൽ വളർന്ന അദ്ദേഹം നാടകത്തില് സ്വാഭാവികമായ ഒരു തൊഴിൽ കണ്ടെത്തി. ആ സ്ഥലത്തിന്റെയും ആളുകളുടെയും നാടകീയത അദ്ദേഹത്തിന്റെ എല്ലാ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിലും മായാത്ത മുദ്ര പതിപ്പിച്ചു. കാവാലം നാരായണ പണിക്കരുടെ ഏറെ ശ്രദ്ധേയമായ തെയ്യത്തെയ്യം, ഒറ്റയാൻ, അവനവൻ കടമ്പ എന്നീ നാടകങ്ങൾ ഒരിക്കൽ തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിന് പുറത്ത് തുറന്ന വേദിയിൽ അവതരിപ്പിക്കുകയുണ്ടായി. തിങ്ങി നിറഞ്ഞ സദസ്സിൽ കൊച്ചുകുട്ടികൾ പോലും താളമടിച്ച് പാട്ടുകൾ ഏറ്റുചൊല്ലി രസിച്ചും ഈ നാടകങ്ങളുടെ കാഴ്ചക്കൂട്ടമായിരിക്കുന്നത് കൗതുകത്തോടെ ആയിരുന്നു നിരീക്ഷിച്ചത്. കേരള നാടോടി കലാപാരമ്പര്യത്തിൽ നിന്ന് കണ്ടെടുത്ത കഥാസന്ദർഭങ്ങളെ അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തിയ ഈ കൃതികൾ അവതരണ പാഠത്താലും കേരളീയ താളങ്ങളുടെയും ചലനങ്ങളുടെയും ആർജവം ഉൾക്കൊണ്ടതായിരുന്നു. പതിറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതിയ ഈ കൃതികളും അവയുടെ അവതരണ പാഠവും പുതിയ സമൂഹത്തിനോട് അനായാസമായി സംവേദിക്കുന്ന കാഴ്ചയായിരുന്നു അന്നിവിടെ കാണാനായിട്ട് സാധിച്ചത്. ഒരു നേർരേഖയിൽ അവസാനിക്കുന്ന കഥ പറച്ചിലല്ല കാവാലം നാടകങ്ങൾ എന്ന് അവ സൂക്ഷ്മമായി നിരീക്ഷിച്ചവർക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ നാടൻ കഥ പറച്ചിലിന്റെ മർമ്മം അദ്ദേഹത്തെ വളരെ ആഴത്തിൽ സ്വാധീനിച്ചതാവാം. കാരണം തെയ്യത്തെയ്യം ഇതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ്. ഒരു നാടൻ കലാരൂപത്തെ രാമായണ കഥ പറച്ചിലാണ് ഈ നാടകത്തിന്റെ പ്രധാന തന്തു. രാമായണ കഥയിൽ ഒട്ടേറെ മാറ്റങ്ങളും മാനങ്ങളും ഇവർ നൽകുന്നുണ്ട്. ഇന്ത്യൻ നാടകവേദിയിൽ സ്വന്തമായ കയ്യൊപ്പ് പതിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പോയി മറഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ പാരമ്പര്യ കലാരൂപങ്ങളെ സംരക്ഷിക്കുകയും പരിപോഷിപ്പിക്കുകയും അവയിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടു പോകുകയും ചെയ്യുക എന്ന നെഹ്റുവിൻ കാഴ്ചപ്പാടായിരുന്നു 1958 കേന്ദ്ര സംഗീത നാടക അക്കാദമി രൂപീകരണ ലക്ഷ്യങ്ങളെ പ്രധാനമായും സ്വാധീകരിച്ചത്. ഇന്ത്യയുടെ പുതിയ സാഹചര്യങ്ങളെ കണക്കിലെടുത്ത് അക്കാദമികൾ ഗവേഷണം, പ്രസാധനം, വിവരണ ശേഖരണം, സെമിനാറുകൾ എന്നിവയ്ക്ക് ഒട്ടേറെ പ്രാധാന്യം നൽകിയിരുന്നു. പഴയ സാമൂഹിക ബന്ധങ്ങൾക്കൊത്ത് കലാകാരന്മാർക്ക് ലഭിച്ചിരുന്ന സാമ്പത്തിക അവതരണ സഹായങ്ങൾ നഷ്ടപ്പെട്ടതിന് ബദലായി നമ്മുടെ വിവിധ പാരമ്പര്യ കലാരൂപങ്ങൾക്ക് താങ്ങായി ഈ അക്കാദമികൾ പ്രവർത്തിക്കുകയായിരുന്നു അവരുടെ രൂപീകരണത്തിന് പിന്നിലുള്ള ഒരു സങ്കല്പം. മാത്രമല്ല, പാരമ്പര്യ കലകളിൽ നിന്ന് ഊർജം കൊണ്ടുവേണം ഇന്നിതിന്റെ സാംസ്കാരിക ആവിഷ്കരണങ്ങൾ നിലകൊള്ളുവാൻ എന്ന ചിന്തയും ഈ അക്കാദമികളുടെ പ്രവർത്തന പരിപാടികളിൽ സന്നിവേശിപ്പിച്ചിരുന്നു. കാവാലത്തിന്റെ നാടകങ്ങളുടെ ചിന്താ പദ്ധതിയുടെ അടിസ്ഥാനമായി പ്രവർത്തിച്ച തനത് നാടക സങ്കല്പം ഇവിടെ തുടർച്ചയായി വേണം കരുതാൻ. കേരളത്തിലെ ഈ ചർച്ചകൾ മുന്നോട്ട് വെച്ചത് എം ഗോവിന്ദനായിരുന്നു. പുതിയ ഉൾക്കാഴ്ചയോടെ കലയുടെ പാരമ്പര്യം, ആധുനികത എന്നീ ദ്വന്ദ്ങ്ങളെ കാണുവാൻ അദ്ദേഹം ശ്രമിച്ചു. CN ശ്രീകണ്ഠൻ നായർ ഈ ആശയത്തെ കുറെ കൂടി വ്യക്തമാക്കി. നാം ഇന്ന് ഈ തനത് ആശയങ്ങൾ സ്വീകരിക്കുന്ന കാലത്ത് മാത്രമേ നമ്മുടെ നാടക വേദിയായി തീരുകയുള്ളൂ എന്നും പറയുകയുണ്ടായി. കാവാലത്തിന്റെ നാടക പരിസരവുമായി ഈ ചർച്ചകളെ ചേർത്ത് വെക്കും മുൻപ് നാടകവും കേരളത്തിന്റെ അനുഷ്ഠാന കലകളും നാടൻ കലകളും ക്ലാസിക്കൽ കലകളും കാവാലത്തിന് സുപരിചിതമാകുന്ന സാഹചര്യം എന്തെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ചെറുപ്പകാലത്ത് പാട്ടും താളവും വീട്ടിനകത്തും പുറത്തും ഒരുപോലെ സജീവമായിരുന്നു. ഒരിക്കൽ കേട്ടാൽ മറക്കാനാവാത്ത വിധം അതന്ന് പിടികൂടി. മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വക്കീൽ പരീക്ഷ പാസ്സായി 7 വർഷം പ്രാക്ടീസ് ചെയ്യുന്ന കാലത്ത് ജനരഞ്ജിനി സഭ എന്ന സംഘടനയിൽ നാടകങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ 1961 മുതൽ 10ഓളം വർഷക്കാലം കേരള സംഗീത നാടക അക്കാദമിയിലെ സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിച്ചതാണ് അദ്ദേഹം പിന്നീടുള്ള കലാജീവിതത്തെ ആകെ മാറ്റിമറിച്ചത്. കേന്ദ്ര അക്കാദമികളുടെ രൂപീകരണത്തിനോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ സ്വതന്ത്രമായ പ്രവർത്തനം ആരംഭിച്ച ഈ അക്കാദമികൾ പിന്തുടർന്ന് ഭാരതീയ സംസ്കാരത്തിന്റെ സംരക്ഷണവും ഡോക്യുമെന്റേഷനും പ്രദാനം ചെയ്യുന്ന കേന്ദ്ര അക്കാദമി ലക്ഷ്യങ്ങൾ തന്നെയായിരുന്നു. നേരിട്ട് ഭരണപരമായ ഇടപെടലുകൾ ഇല്ലെങ്കിലും കേന്ദ്ര സംസ്ഥാന അക്കാദമികൾ തമ്മിലുള്ള ബന്ധം പരസ്പര പൂരകമാകണമെന്നത് അന്നത്തെ ഭരണാധികാരികൾക്ക് താല്പര്യമുണ്ടായിരുന്നു. കാവാലം കേരള സംഗീത നാടക അക്കാദമിയിൽ സെക്രട്ടേറിയറ്റ് ചേരുന്ന സമയത്തെ സാംസ്കാരിക സാഹചര്യങ്ങൾ ഇതെല്ലാമായിരുന്നു. അന്ന്
ഇന്നത്തെ പോലത്തെ സാംസ്കാരിക സ്ഥാപനങ്ങൾ, ആഘോഷ പരിപാടികൾ ഒന്നും ഉണ്ടായിരുന്നില്ല. കേരള കലാരൂപങ്ങളുടെ വിവിധ വശങ്ങളുടെ വിവരണ ശേഖരണം അക്കാലത്തെ പ്രധാന അജണ്ടയായിരുന്നു എന്ന് കാവാലം പറഞ്ഞിട്ടുണ്ട്. പലയിടങ്ങളിൽ വിന്യസിച്ച കേരള കലകളെ അടുത്തറിയാൻ അക്കാദമി വിവരശേഖരണത്തിനായിട്ട് നടത്തിയ യാത്രകൾ അദ്ദേഹത്തിന് സഹായകമായി. 10 വർഷം കൊണ്ട് ആർജിച്ച ഈ അനുഭവങ്ങളാണ് പ്രധാനമായിട്ടും കാവാലം എന്ന തനത് നാടകക്കാരനെ രൂപപ്പെടുത്തിയത് പ്രധാന പങ്കുവഹിച്ചത്. ആലപ്പുഴയിലെ കൂത്തമ്പലം എന്ന സംഘത്തിന്റെ നേതൃത്വത്തിൽ ദൈവത്താറു വരെയുള്ള നാടകങ്ങൾ അവതരിപ്പിക്കുന്നതും ഈ കാലയളവിലാണ്. ഈ 10 വർഷ കാലത്തെക്കുറിച്ച് കാവാലം പറയുന്നത് ഇങ്ങനെയാണ്: അതെന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു, എന്റെ അറിവുകളെ വിശാലമാക്കി. അല്ലായിരുന്നെങ്കിൽ ഞാൻ കാവാലത്തെ ഒരു കവിയായി കാലം കഴിച്ചേനെ. തനത് നാടക വേദിയെക്കുറിച്ചുള്ള ചർച്ചകൾ കാവാലം തന്നെ അനുഭവ പരിസരങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് പ്രായോഗികമാക്കുകയായിരുന്നു. കേരളീയ കലകളെക്കുറിച്ച് ലഭിച്ച അറിവുകൾ ആ അന്വേഷണങ്ങൾക്ക് അടിത്തറയായിട്ട് വർത്തിക്കുകയും ചെയ്തു. സംഗീത നാടക അക്കാദമി മാസികയായ കേളി ആരംഭിക്കുന്നത്, ലൈബ്രറി സ്ഥാപിക്കുന്നത് എല്ലാം കാവാലത്തിന്റെ മുൻകൈയിലായിരുന്നു. നാട്യശാസ്ത്രം ശ്രീനാരായണ പിഷാരടി വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചതും കേളിയിലൂടെ ആയിരുന്നെന്ന് കാവാലം ഓർമ്മിപ്പിക്കുന്നുണ്ട്. മലയാള നാടക ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട കാലഘട്ടമാണ് 60കളുടെ അവസാനവും 70കളുടെ ആദ്യ പകുതിയും. തനത് നാടക പ്രസ്ഥാനവും പ്രായോഗികവും ആശയപരവുമായ ചിന്തകളുമായി നാടകവേദിയെ ത്രസിപ്പിച്ച കാലം. അക്കാദമി സെക്രട്ടറി എന്ന നിലയിലും നാടകക്കാരൻ എന്ന നിലയിലും കാവാലം ഈ ചർച്ചകളോട് സംവേദിച്ചിരുന്നു. കാവാലത്തിന്റെ തനത് വഴിയിൽ ഏറ്റവും ശ്രദ്ധേയമായ നാടകം അവനവൻ കടമ്പയായിരുന്നു. കർട്ടൻ ഉപേക്ഷിച്ച് തുറന്ന അരങ്ങില് പരിസരത്തിനോട് ചേർന്നുകൊണ്ട് ക്രിയാംശത്തിന് ഏറെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് അതിനനുഗുണമായ താളപ്രയോഗങ്ങളിലൂടെ അവനവൻ കടമ്പ മുന്നേറി നാടക ചരിത്രത്തിൽ ഇടം പിടിക്കുകയും ചെയ്തു. ഈ വഴിയിലൂടെ ഒട്ടനവധി നാടകങ്ങൾ അദ്ദേഹം രചിക്കുകയും പലതും സ്വയം അവതരിപ്പിക്കുകയും ചെയ്തു. 70ന്റെ മധ്യപ്രദേശിന്റെ സാംസ്കാരിക വകുപ്പിനെ ക്രിയാത്മകമായി മാറ്റിമറിച്ച കൾച്ചറൽ സെക്രട്ടറി അശോക് വാജ്പേയിയുമായുള്ള സൗഹൃദവും ഉജ്ജയിനിയിലെ കാളിദാസ് അക്കാദമിയും കാവാലത്തെ സംസ്കൃത നാടക അവതരണത്തിന് മുൻകൈയെടുപ്പിച്ചു. ഭാസന്റെ 6ഓളം നാടകങ്ങൾ, കാളിദാസ നാടകങ്ങൾ എന്നിവ സംസ്കൃതത്തിൽ സംവിധാനം ചെയ്യുന്ന സാഹചര്യം അതായിരുന്നു. ഈ നാടകങ്ങളുടെ അവതരണ രീതിയും കേരളീയ കലകളിൽ നിന്ന് ഊർജം ഉൾക്കൊള്ളുന്നവയായിരുന്നു. അങ്ങനെ ഇന്ത്യൻ നാടകവേദിയിലെ സജീവ സാന്നിധ്യമായി കാവാലത്തിന്റെ തനത് വഴികൾ മാറുകയും ചെയ്തു. കാവാലം നാടകരചനകളും രംഗപാഠവും ഗൗരവമായ പുനർവായനയ്ക്ക് വിധേയമായിട്ടില്ലെങ്കിലും ഒട്ടനവധി വിമർശനങ്ങൾ കാലാകാലങ്ങളായി ഈ കാവാലം വഴിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. വ്യവസ്ഥാപിത ചരിത്ര നിർമ്മാണത്തോടുള്ള പ്രതിഷേധമോ പുതുവഴി തേടലോ അല്ല ഇവയുടെ ഉദ്ദേശമെന്നും ആഢ്യ കലകളുടെയും ജനകലകളുടെയും രൂപാനുകരണത്തിലൂടെയും വർണ്ണപ്രയോഗത്തിലൂടെയും ഏത് പ്രത്യായസ്ത്രപരതയ്ക്കും ചിന്താഗതിക്കും വഴങ്ങും വിധമാണ് ഇത് രൂപപ്പെടുത്തിയിരിക്കുന്നതെന്നും ഈ നാടകങ്ങൾ വിമർശിക്കപ്പെട്ടു. ഈ നാടകങ്ങളുടെ രാഷ്ട്രീയം വിപണിയുടെ രാഷ്ട്രീയം മാത്രമാണെന്നും വിലയിരുത്തപ്പെട്ടു. വിമർശനങ്ങൾ എല്ലാ കാലത്തും തന്നെ പിന്തുടരുന്നുണ്ടെന്ന് കാവാലം പറയുന്നുണ്ട്. തന്റെ വഴി തന്റെ അനുഭവ പരിസരങ്ങളിൽ നിന്ന് രൂപപ്പെട്ടതാണ്. കേരളത്തിലെ പുതിയ നാടക പ്രവർത്തകർ തങ്ങളുടെ സർഗാത്മക ആവിഷ്കരണത്തിന് വഴികൾ അന്വേഷിക്കേണ്ടത് അവരുടെ ജീവിത പരിസരത്തിൽ നിന്നാണ്. നമ്മുടെ ദൗരിത്രയങ്ങൾ പുതുതലമുറയ്ക്ക് അന്യമാണെന്ന് കാവാലം വിശ്വസിച്ചിരുന്നില്ല. കേരളത്തിലെ സർഗാത്മക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പുതിയ തലമുറയിലെ എത്രയോ പേർക്ക് തന്റെ രചനകളിലൂടെയും ആവിഷ്കാര പാഠത്തിലും ഇവ സ്വാഭാവികമായി ഇഴചേർക്കാൻ വിധമുള്ള ഗ്രഹണത കേരളീയ കലകൾക്കുണ്ട്. ഈ ആവിഷ്കരണ രീതിയെ അന്ധമായി പിന്തുടരുന്നതിലൂടെ പുതിയ കാലത്തെ സങ്കീർണതകളോട് സത്യസന്ധമായി സംവാദിക്കുവാൻ സാധിക്കൂ. ഇന്നത്തെ മലയാള നാടക പ്രവർത്തകർ നേരിടുന്ന വെല്ലുവിളിയും ഇത് തന്നെയാണ്. തന്റെ നാടകങ്ങളുടെ കാഴ്ചക്കൂട്ടമായി അവയുടെ താളത്തിനൊപ്പം കൈകൊട്ടി ചിരിച്ചും നാടൻ ഫലിതങ്ങളിൽ രസിച്ചുമിരുന്ന കുട്ടികൾക്കിടയിൽ കാവാലം നാരായണ പണിക്കർ നമ്മെ നോക്കി പതിവ് ചിരിയോടെ പറഞ്ഞത് ഇതായിരുന്നു: നിങ്ങൾ ചെറുപ്പക്കാരായ നാടക പ്രവർത്തകർക്ക് ഞാനൊരു ബാധ്യതയാകരുത്, പകരം നിങ്ങളുടെ വഴി കണ്ടെത്താനുള്ള പ്രചോദനമാകണം.